മലയാള ചലച്ചിത്ര ലോകത്തെ സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMA ആ AMMA പിരിച്ചുവിട്ടിരിക്കുകയാണ്. AMMയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷനായ മോഹൻലാൽ അടക്കമുള്ള 17 അംഗങ്ങളാണ് AMMയിലെ വിവിധ സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നത്. അതിന് പകരം അഡ്വോ കമ്മിറ്റി ആ ചുമതല ഏറ്റെടുക്കുമെന്നും അറിയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയെ കൂട്ടരാജിയുടെ വിവരം അറിയിച്ചിട്ടുമുണ്ട്. മലയാള ചലച്ചിത്ര മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി സർക്കാർ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു, ഹേമ കമ്മിറ്റി. അവർ നൽകിയ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നു. മലയാള സിനിമയിലെ പ്രമുഖരായ പല നടന്മാർക്കെതിരെയും സംവിധായകന്മാർക്കെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് നടിമാർ പലരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടുകൂടി പല വെളിപ്പെടുത്തലുമായി മലയാള സിനിമാ മേഖലയിലെ വിവിധ സ്ത്രീകൾ മുൻനിരയിലേക്ക് എത്തുന്നു. പല സംവിധായകർക്കെതിരെ, പല സിനിമാ നടന്മാർക്കെതിരെ, നിർമ്മാതാക്കന്മാർക്കെതിരെ, സിനിമയിലെ പുരുഷ പ്രവർത്തകർക്കെതിരെയുള്ള വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. AMMA എന്ന താരസംഘടനയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. AMMയുടെ തന്നെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടാവുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്യുന്നു. AMMയിലെ തന്നെ മറ്റൊരംഗമായ മുകേഷിനെതിരെയും ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ മലയാള സിനിമാ മേഖലയിലെ മണിയമ്പിള്ള രാജു, മുകേഷ്, ഇടവേള ബാബു, മാമു കോയ, അങ്ങനെ ഒട്ടനവധി സിനിമാ നടന്മാർക്കെതിരെയും സംവിധായകന്മാർക്കെതിരെയും, സംവിധായകൻ രഞ്ജിത്ത്, യദുകൃഷ്ണൻ അടക്കമുള്ള വിവിധ ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നു. ആരോപണ വിധേയരായ നിരവധി ആളുകൾ അമ്മയിൽ ഉണ്ടായിരുന്നിട്ട് പോലും അമ്മ ആദ്യഘട്ടത്തിൽ എവിടെയും ആരോപണ വിധേയരായവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുകയോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന വിഷയത്തിൽ തങ്ങളുടെ നിലപാടോ അഭിപ്രായമോ അറിയിക്കുകയോ ചെയ്തില്ല. അതിന് പ്രധാന കാരണമായി അമ്മ പറഞ്ഞത് അമ്മയുടെ ഷോ നടക്കുകയായിരുന്നു, അതിൻ്റെ തിരക്കിലായിരുന്നു എന്നാണ്. സ്വന്തം സഹപ്രവർത്തകരായ സ്ത്രീകൾ നേരിടുന്ന വലിയൊരു വിഷയത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ഏറ്റവും പ്രാധാന്യമേറുന്ന ആ റിപ്പോർട്ടിലൂടെ പുറത്തു പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പുറത്തു വന്നപ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കുന്ന AMMA എന്ന സംഘടന എന്ത് പ്രാധാന്യമാണ് തങ്ങളോടൊപ്പം തൊഴിൽ ചെയ്യുന്ന സ്ത്രീ അഭിനേതാക്കൾക്ക് നൽകുന്നത് എന്ന ചോദ്യമായിരുന്നു. അതിനാണ് AMMA എന്ന താരസംഘടനയ്ക്കുള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആദ്യ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നത്. AMMA എന്ന താരസംഘടനയ്ക്ക് തെറ്റുപറ്റി എന്ന ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചത് പൃഥ്വിരാജ് അടക്കമുള്ള യുവ നടന്മാരായിരുന്നു. അങ്ങനെ യാതൊരു നിക്കക്കള്ളിയും ഇല്ലാതെയാണ് ഇപ്പോൾ AMMയിലെ 17 അംഗങ്ങൾ കൂട്ടരാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാലും AMMA എന്ന താരസംഘടനയിലെ സഹപ്രവർത്തകരുടെ പെൻഷൻ അടക്കമുള്ള പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അഡ്വോ കമ്മിറ്റിയെ ഇപ്പോൾ നേതൃത്വ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും AMMA എന്ന താരസംഘടനയിലെ 17 അംഗങ്ങൾ കൂട്ടരാജി വെച്ചതോടുകൂടി AMMA താരസംഘടനയുടെ നേതൃനിരയിലുള്ള എല്ലാവരും തങ്ങളുടെ രാജി സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കൂട്ടരാജി വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ഒതുങ്ങി സത്യാവസ്ഥ പുറത്തു വന്ന് നടന്മാർ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, സംവിധായകർ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, AMMA എന്ന താരസംഘടനയിൽ കുറ്റാരോപിതരായവർ തെറ്റ് ചെയ്തുവെങ്കിൽ അവരെ ശിക്ഷിച്ച് ആ നടപടി പൂർത്തിയാകുന്നത് വരെ ഇനി ചിലപ്പോൾ AMMA എന്ന താരസംഘടനയിൽ പുതിയ നേതൃത്വം വരുവാൻ സാധ്യതയില്ല. എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ അഭിപ്രായമോ മറുപടിയോ പറയാതിരുന്നതാണ് AMMയിൽ ഇപ്പോൾ കൂട്ടരാജിയിൽ എത്തിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.